ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്കൊരു കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. വലിയ അളവിലൊന്നും ഞാൻ കേക്ക് ഉണ്ടാക്കിയൊന്നും കൊടുക്കുന്നില്ല, അങ്ങനെ ബിസിനസ്സായിട്ടൊന്നും ചെയ്യുന്നില്ല. പരിചയമുള്ളവർ ഇടയ്ക്ക് ഓർഡറൊക്കെ തരാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരു ഓർഡർ ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു 2 കിലോയുടെ കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനതൊരു 2 ടയർ കേക്കായിട്ട് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോൾ അങ്ങനെ അവർ പ്രത്യേകിച്ച് ഇങ്ങനെ ടയർ കേക്ക് ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. പക്ഷെ നമ്മൾ ടയർ കേക്ക് ചെയ്യുന്നത് കുറച്ചുകൂടെ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടും. ഇങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ടയർ കേക്ക് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു കോൺഫിഡൻസ് ഇല്ലായ്മ മാറി കിട്ടും, ഇങ്ങനെ ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇടയ്ക്കിടയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റത്തെ കാര്യം ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് കേക്ക് കട്ട് ചെയ്യാനായിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾക്ക് ഈ ഒരു കേക്ക് കട്ടർ വാങ്ങിക്കാവുന്നതാണ്. ഇത് പല 1 2 3 എന്ന് പറഞ്ഞ് നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്ക് എത്ര ഹൈറ്റ് വേണോ അതിനനുസരിച്ച് നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഏറ്റവും താഴെ ഈ കമ്പി കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ കേക്ക് വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാം. പല ആളുകൾക്കും കത്തി വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്ത് ടേൺ ടേബിളിൽ വെച്ച് റൊട്ടേറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കേക്ക് കട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ സുഖമായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കിംഗ് പഠിക്കുന്ന സമയത്ത് വാങ്ങിച്ച ഐറ്റമാണ് കേട്ടോ ഇത്. ഒന്നും അറിയാതിരുന്ന സമയത്തും കുറേ ഐറ്റംസൊക്കെ ഞാൻ വാങ്ങിച്ച് കൂട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഐറ്റംസൊക്കെ ഇന്ന് എനിക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് ഐറ്റം ഞാൻ കേക്ക് ഇങ്ങനെ സെയിൽ ചെയ്യാൻ ഇടയ്ക്ക് ഇങ്ങനെ ആരെങ്കിലും ചോദിക്കുമ്പോൾ സെല്ലിങ് പർപ്പസിന് വേണ്ടി എനിക്ക് ഒരുപാട് ഐറ്റംസ് മേടിക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ ഈ കേക്ക് നിങ്ങൾ കണ്ടല്ലോ, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. ഇതിപ്പോൾ അവനിൽ ചെയ്തെടുത്ത കേക്കാണ്. ഇതേ ഒരു മെത്തേഡിൽ നമുക്ക് സ്റ്റൗ ടോപ്പിലും ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ടെക്സ്ചറിലൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല. ഒറ്റ കാര്യം, നമ്മൾ സ്റ്റൗ ടോപ്പിൽ ചെയ്തെടുക്കുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ മുകൾ ഭാഗത്തെ ഒരു കളറിൻ്റെ ഷെയ്ഡിൽ വരുന്ന ഒരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടില്ല. ഇനി ഞാൻ ഇപ്പോൾ കത്തി വെച്ചിട്ട് മുറിക്കാനായിട്ട് പല ആളുകൾക്കും ചിലപ്പോൾ അറിയില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ കേക്ക് എനിക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ഷേപ്പിൽ ഞാൻ ചെറിയ രീതിയിലൊരു മാറ്റം വരുത്തിയിട്ടാണ് കേക്കിലോട്ട് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുക, അരികുവശമൊക്കെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ടേൺ ടേബിളിലോട്ട് കേക്ക് എടുത്ത് വച്ചിട്ട് നമ്മൾ ഏത് ലെവലിനാണോ നമുക്ക് മുറിക്കേണ്ടത്, കനത്തിനാണോ മുറിക്കേണ്ടത്, അവിടെ കത്തി വെച്ചിട്ട് മുകളിലൊരു കൈ വെച്ചിട്ട് നമ്മൾ ടേൺ ടേബിൾ പതിയെ കറക്കി കൊടുക്കുക. കത്തിയുടെ പൊസിഷൻ മാറ്റരുത്. കത്തി അങ്ങനെ തന്നെ വെച്ചിട്ട് നമ്മൾ ഈ ടേൺ ടേബിൾ ഇങ്ങനെ ജസ്റ്റ് കറക്കി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നല്ല ലെവലായിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആദ്യം ഞാൻ കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് കട്ട് ചെയ്യാനും അങ്ങനെ ഒരു കാര്യവും ഇങ്ങനെ ചെയ്താലൊന്നും, 1 തവണയോ 2 തവണയോ ഒന്നും ചെയ്താലൊന്നും ശരിയാവില്ലായിരുന്നു. കാരണം നമ്മൾ യൂട്യൂബിലെ ക്ലാസ്സുകൾ, വീഡിയോസ് കണ്ടിട്ടാണ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ആദ്യം തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് കേക്കുകൾ ഉണ്ടാക്കി. ഞാൻ ആദ്യ കാലങ്ങളിൽ ഉണ്ടാക്കിയ കേക്കിൻ്റെയൊക്കെ ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ കേക്കുകളൊക്കെ എത്ര മോശമായിരുന്നു എന്നുള്ളത്. മോശമെന്ന് പറയുന്നത് അന്ന് പഠിക്കുന്ന ഒരാളുടെ രീതിയിലുള്ള കേക്ക്. അന്നിത് ആ കേക്കുകൾ കാണുമ്പോൾ അത് നമുക്ക് കഴിക്കാൻ കൊള്ളാം, പക്ഷെ അത് കാഴ്ചയ്ക്ക് യാതൊരു ഭംഗിയില്ലാത്ത കേക്കുകളായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമുക്കിങ്ങനെ പാഷൻ എന്ന് പറയുന്നൊരു സംഭവം, നമുക്ക് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി കഴിയുമ്പോൾ നമ്മളെല്ലാം പെട്ടെന്ന് പഠിക്കും. അപ്പോൾ അതുപോലെ ഞാൻ കേക്ക് ഇപ്പോഴും ഞാൻ ഇതിൻ്റെ ഡെക്കറേഷൻ പാർട്ടിൽ വലിയ എക്സ്പേർട്ടല്ല, പക്ഷേ ഇതിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് 100% ഞാൻ ഷുവറാണ്. നല്ല ടേസ്റ്റി ആയിട്ട് എനിക്ക് ഉണ്ടാക്കി ആര് ചോദിച്ചാലും കൊടുക്കാൻ പറ്റുമെന്നുള്ളത് അതിൽ ഞാൻ ഷുവറാണ്. അപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ ഐസിങ്ങിൻ്റെ ഭാഗത്ത് നമ്മൾ ഐസിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്രീമിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ക്രീം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഐസിങ് ഫ്ലോപ്പ് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഏറ്റവും
ലിക്വിഡായിട്ടുള്ള ഫോമിൽ തന്നെ ക്രീം എടുക്കും. അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫ്രീസറിൽ നിന്ന് എടുത്ത് ഫ്രിഡ്ജിൽ തലേ ദിവസം വെച്ച് കഴിയുമ്പോൾ രാവിലെ ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ് ലിക്വിഡായിട്ട് കിട്ടും. എന്നിട്ട് അത് നമ്മൾ ആദ്യം അടിക്കുമ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ട് അടിക്കും. ആ ലിക്വിഡായിട്ട് വെള്ളം പോലെ ലിക്വിഡ് കൺസിസ്റ്റൻസിയിലുള്ള ക്രീം ഫസ്റ്റ് സ്പീഡിലിട്ട് അടിച്ച് കഴിയുമ്പോൾ ഇതേപോലെ കുറച്ച് കട്ടിയായിട്ട് ആ ലൂസ് കൺസിസ്റ്റൻസി മാറി കുറച്ച് കട്ടിയായിട്ട് വന്നു കഴിയുമ്പോൾ ഈ സ്പീഡ് ഞാൻ സെക്കൻഡ് സ്പീഡിലോട്ട് ഇടും. ആദ്യം ഫസ്റ്റ് സ്പീഡിലിടും. അത് കുറച്ച് കട്ടിയായിട്ട് വന്നു കഴിയുമ്പോൾ സെക്കൻഡ് സ്പീഡിലിടും. അങ്ങനെ സെക്കൻഡിലിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് കുറച്ച് നേരം ബീറ്റ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് ലൈൻസ് പോലെ നമുക്ക് വരുന്നത് കാണാൻ പറ്റും. ചെറിയ ലൈൻസ്, നല്ല ചെറുതായിട്ട് ഇങ്ങനെ ലൈൻസ് തെളിഞ്ഞു വരുന്ന പോലെ കാണാൻ പറ്റും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ആ സ്പീഡ് മാറ്റിയിട്ട് തേർഡ് സ്പീഡിലിട്ടിട്ട് അടിക്കും. ഓരോ ബീറ്ററിനും സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ വെച്ചാൽ ലോ, മീഡിയം, ഹൈ എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ലോയിൽ കൊടുത്തിട്ട് പിന്നെ മീഡിയം, ഹൈ അങ്ങനെ കൂട്ടി കൊണ്ടുപോയിട്ട് അടിക്കണം. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പെട്ടെന്ന് മെൽറ്റായി പോവാതെ നല്ല നമ്മൾ ഐസിങ് ചെയ്ത് കഴിയുന്നവരെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ക്രീമിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇതൊരു ചെറിയ ലൈൻ പോലെ നിങ്ങൾ വരുന്നതുണ്ട്. ഇതിപ്പോൾ ഞാൻ സെക്കൻഡ് സ്പീഡിലിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചെറിയ ലൈൻസ് വന്ന് കഴിയുമ്പോൾ തന്നെ ഇനി നമ്മൾ അടുത്തത് തേർഡ് സ്പീഡിൽ ലാസ്റ്റ് ഫൈനൽ സ്പീഡിലിട്ടിട്ട് അടിക്കുകയാണ്. ഇങ്ങനെ അടിച്ച് കഴിയും നമ്മൾ ഓരോ ഘട്ടമായിട്ട് ക്രീം അടിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്തെടുക്കാനും നല്ല രീതിയിൽ ഐസിങ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. ഇതുവരെ അങ്ങനെ ശരിയാവാത്ത ക്രീം അടിച്ചിട്ട് ശരിയാവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നോക്കിയിട്ട് ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ, പെർഫെക്റ്റ് ആവുന്നുണ്ടോ നമുക്കറിയാം. അപ്പോൾ നമ്മളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ തേർഡ് ലാസ്റ്റ് സ്പീഡിലിട്ടിട്ട് നമ്മൾ അടിക്കുന്ന സമയത്ത് നമുക്ക് ഈ ലൈൻസ് ആദ്യം ചെറുതായിട്ട് വന്ന ലൈൻസ് നല്ലപോലെ തെളിഞ്ഞ ലൈൻസായിട്ട് വരും. ഇങ്ങനെ വന്നു കഴിഞ്ഞ് ലൈൻസ് വരുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ബീറ്ററിൻ്റെ ബ്ലേഡ് ഒന്ന് കറക്കുമ്പോൾ ഒരു ചെറിയൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഇങ്ങനെ കറക്കാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ ഫീൽ ചെയ്യുകയും ചെയ്യും. അങ്ങനെ തോന്നും. അതേപോലെ തന്നെ ഇതുപോലെ ക്ലിയർ ലൈൻസ് നമുക്കിങ്ങനെ വരച്ചെടുക്കുന്ന പോലെ വരികയും ചെയ്ത് കഴിയുമ്പോൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെയും ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. ഭയങ്കര രീതിയിൽ സ്റ്റിഫ് പീക്സായിട്ട് നല്ലപോലെ ഇതായിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്കത് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ക്രീം അങ്ങനെ തന്നെ കേക്കിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പ്രശ്നം വരും. അപ്പോൾ എപ്പോഴും അതിനൊരു കറക്റ്റൊരു കൺസിസ്റ്റൻസി ഉണ്ട്. കറക്റ്റൊരു ലെവലിൽ വെച്ചിട്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അപ്പോഴാണ് നമുക്കത് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇതെൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നതാണ്. ഞാൻ തുടക്കക്കാരിയാണ്, ഞാൻ എക്സ്പേർട്ടല്ല. പക്ഷേ ഈ തുടക്കക്കാർക്ക് പലതും ഒരുപാട് കാര്യങ്ങൾ അവർ ഫ്ലോപ്പായി അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. അപ്പോൾ അവരുടെ അനുഭവങ്ങളെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ പറയാനായിട്ട് കൂടുതലായിട്ട് ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ക്രീം ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പം നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഐസിങ് ചെയ്തെടുക്കാനായിട്ട് പറ്റും, ഉറപ്പാണ്. എന്നിട്ട് പിന്നെ ഞാൻ 2 കിലോയുടെ കേക്ക് ബോർഡ് എടുത്തിട്ട് അതിലോട്ട് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഞാൻ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ടയർ കേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ബേസായിട്ട് വയ്ക്കുന്നത് അത്യാവശ്യം കനത്തിലുള്ള ലെയർ തന്നെ വയ്ക്കാനായിട്ട് നമുക്ക്. തീരെ കനം കുറഞ്ഞതോ ഇടയ്ക്ക് കട്ട് ചെയ്തപ്പോൾ എങ്ങാനും പൊട്ടിയിരിക്കുന്ന ലെയറുകളൊന്നും വയ്ക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാനൊരു സ്പെഷ്യൽ സ്ട്രോബെറി കേക്കാണ് കേട്ടോ. കേക്കിൻ്റെ പേര് പറഞ്ഞില്ല, സ്ട്രോബെറി കേക്കാണ്. അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ സ്ട്രോബെറി മിൽക്ക് സിറപ്പിലാണ് ഞാൻ സോക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് റെസിപ്പി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അത് ഒരു ദിവസം ചെയ്യാം കേട്ടോ. ഒരുപാട് വീഡിയോസ് യൂട്യൂബിലുണ്ട്. അപ്പോൾ നമ്മളുടെയൊക്കെ വീഡിയോസിന് ആവശ്യക്കാർ ഉണ്ടാവുമോ ഇല്ലയെന്ന് നമുക്കറിയില്ല. അതുകൊണ്ടാണ് റെസിപ്പി വീഡിയോ ഒന്നും ചെയ്യാത്തത്. ജസ്റ്റ് എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ യൂസ് ചെയ്യാറ്. അല്ലാതെ മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കാൻ മാത്രം നമ്മൾ എക്സ്പേർട്ടല്ല, ഫസ്റ്റ് കാര്യം. രണ്ടാമത്തെ കാര്യം, അതിനായിട്ട് ആരും ആവശ്യക്കാരില്ല. അങ്ങനെ ആരെങ്കിലും ആവശ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കൃത്യമായിട്ട്
ഒരു വീഡിയോ എടുത്ത് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മൾ കുറച്ച് ക്രീം ഇട്ട് കൊടുത്തു. ഞാൻ നേരത്തെ ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ക്രീമാണെന്നുണ്ടെങ്കിൽ കേക്കിലിട്ട് കഴിയുമ്പോൾ നമുക്ക് ഐസിങ് ചെയ്തെടുക്കുമ്പോൾ അതിങ്ങനെ അതിൻ്റെ കൂടെ ഒട്ടിച്ചേർന്ന് എന്താ പറയുക, നല്ലപോലെ ഇതായിട്ട് കിട്ടില്ല. കാരണം ഇങ്ങനെ വിട്ട് ഇങ്ങനെ കേക്കിൽ നിന്ന് വിട്ട് വരുന്ന പോലെ തോന്നും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇരിക്കുമ്പോഴാണ് ഇതാണ് കറക്റ്റ് പരുവം. അപ്പോൾ നമുക്ക് നല്ലപോലെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ഇച്ചിരി ഇതേപോലെ ഇരിക്കുമ്പോൾ ടേസ്റ്റിലും വ്യത്യാസം. ഭയങ്കര സ്റ്റിഫായിട്ടുള്ള ക്രീമിനേക്കാൾ നല്ലത് കുറച്ച് ലൂസും എന്നാൽ ഒരുപാട് മെൽറ്റായി പോകാത്ത രീതിയിലുള്ള 2 തവണ ഇതിട്ട് കുടഞ്ഞു കഴിഞ്ഞാൽ താഴോട്ട് വീഴുന്ന പരുവത്തിലുള്ള ക്രീമായിരിക്കണം. കറക്റ്റ് പറയുകയാണെങ്കിൽ അങ്ങനെയായിരിക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ടിട്ട് ക്രീം അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഇച്ചിരി എവിടെയെങ്കിലും ക്രീം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ബേസിക്കായിട്ട് വലിയ ഒരു ഇത് വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഒരേ ലെവലിൽ നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേക ഭംഗിയൊന്നും വേണമെന്ന് ഇവിടെ ഇല്ല. എന്നിട്ട് പിന്നെ നമ്മൾ കുറച്ച് ഈ സൈഡിലോട്ട് വന്നിരിക്കുന്ന ക്രീമുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ അപ്പം തന്നെ ആ കേക്കിൻ്റെ ബേസിൽ തന്നെ നമ്മൾ റൗണ്ട് ചെയ്ത് നല്ല പെർഫെക്റ്റ് ഷേപ്പിലാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കേക്ക് അങ്ങോട്ട് ഓരോ ലെയർ വെക്കുമ്പോഴും ആ ഷേപ്പ് നിങ്ങൾക്ക് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. ഇതും എൻ്റെ ഒരു ടിപ്പാണ്, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ടിപ്പാണ്. പിന്നെ ഞാനിവിടെ സ്ട്രോബെറിയുടെ ക്രഷ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കസ്റ്റമേഴ്സിനൊക്കെ ഞാൻ ധാരാളിത്തത്തോടു കൂടി എല്ലാം മാക്സിമം ഒന്നും അങ്ങനെ ഇച്ചിരി അങ്ങനെയായിട്ട് ഉപയോഗിക്കാൻ നല്ലപോലെ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഡിസൈനിങ് പാർട്ട് ഞാൻ ഇച്ചിരി വീക്കാണ്. പക്ഷേ എൻ്റെ റെസിപ്പി വൈസ് നോക്കുമ്പോൾ ഞാൻ നല്ല ടേസ്റ്റായിട്ട് തന്നെ കേക്ക് ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി എനിക്ക് കേക്കിൻ്റെ ടെക്സ്ചർ അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റൊക്കെ കൃത്യമായിട്ട് അതിൽ മാത്രം എനിക്ക് ഒരു നല്ലൊരു വീഡിയോസൊക്കെ കണ്ട് നമ്മുടെ എക്സ്പീരിയൻസിലൂടെ അത് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റി എന്നുള്ളത് എനിക്ക് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോ ലെയറും വെച്ച് എടുക്കുക. ഇത്രയാണ് ഇപ്പോൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എൻ്റെ റെസിപ്പി വേണം, അല്ലെങ്കിൽ കേക്കിനെക്കുറിച്ച് വേറെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ അറിയണം എന്ന ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക.